നമ്മൾ കേരളത്തിലേക്ക് വന്നാൽ കേരളത്തിലിപ്പം സമകാലികമായൊരു ഇപ്പോൾ BJP കൂടുതൽ ശക്തമായൊരു സാഹചര്യമാണ്. ഇപ്പോൾ കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പോടുകൂടി കേരളത്തിൽ BJPക്ക് ഒരു MLA ഉണ്ടായിരിക്കുന്നു. BJP രാഷ്ട്രീയം കൂടുതൽ ശക്തമായി. BJP അതിൻ്റെ മുന്നണിയെ വിപുലീകരിക്കാനുള്ള ശ്രമം നടത്തുന്നു. എന്താണ് കേരളത്തിൽ അതിൻ്റെ ഒരു രാഷ്ട്രീയ ഭാവി എങ്ങനെയാണ് കാണുന്നത്? കേരളത്തിൽ പലതുകൊണ്ടും ഈ ദേശീയ രാഷ്ട്രീയത്തിൻ്റെ വഴിക്കെല്ലാ പ്രവർത്തനങ്ങളും പോകണം. ഇപ്പോൾ ഈ കേന്ദ്രത്തിൽ നടക്കുന്ന ഭരണത്തിൻ്റെ അവിടെ ഉണ്ടായ പരിഷ്കരണങ്ങളും നേട്ടങ്ങൾ തന്നെ ജനങ്ങളിൽ എത്തിക്കാൻ വേണ്ടി ഈ കേരള ഘടകം ചെയ്യേണ്ടത് ചെയ്യണ്ടോ? രണ്ടാമത് വോട്ടുണ്ടാക്കാനായിട്ടുള്ള പ്രവർത്തനം. ഇലക്ഷൻ വരുമ്പോൾ വോട്ട് ചോദിച്ചാൽ പോരാ. 5 കൊല്ലത്തെ പ്രവർത്തനം കൊണ്ടാണ് വോട്ടുണ്ടാവണത്. ഇത് വീണത് ഒരു നിമിഷം കൊണ്ടായിരിക്കും. പക്ഷെ 5 വർഷം ഒരു തെരഞ്ഞെടുപ്പിനെ ജയിക്കാൻ വേണ്ടുന്ന പ്രവർത്തനം ജനങ്ങളുടെ ഇടയിൽ ചെയ്യുന്ന രീതി ഇത് വേണ്ടത്ര ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ വോട്ടർ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന സമ്മതിദായകനെ വിദ്യാഭ്യാസം ചെയ്യിക്കുക. ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ കണ്ടതുപോലെ അങ്ങനെ ഉണ്ടോ എന്നുള്ളതൊരു വിഷയമാണ്. വോട്ട് ചെയ്യിക്കാനും വേണ്ടത്ര ശ്രദ്ധയുണ്ടോ? ഇപ്പോൾ 90 വോട്ടിനാണ് സുരേന്ദ്രൻ തോറ്റത്. അപ്പോൾ എന്നോട് അവിടുത്തെ കാര്യങ്ങൾ നേരിട്ട് അറിയുന്ന എൻ്റെ ഒരു സഹപ്രവർത്തനം പറഞ്ഞത് അവിടെ ഒരു ബൂത്തിൽ മാത്രം 90 വോട്ട് ചെയ്യാതെ പോയിട്ടുണ്ടെന്നാണ്. BJP കിട്ടുമായിരുന്നു നോട്ടാ. അപ്പോൾ ഈ 90 വോട്ട് എങ്ങനെ ചെയ്യാതെ പോയി? ഇത് ചെയ്യിക്കാൻ എന്തുകൊണ്ട് പരിശ്രമം ഉണ്ടായില്ല? അപ്പോൾ ഇത്തരത്തിലുള്ള അലംഭാവങ്ങൾ ഒരിക്കലും ഒരു രാഷ്ട്രീയ കക്ഷിക്ക് നല്ലതല്ല തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച്. അപ്പോൾ ഈ കേരളത്തിൽ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ ദേശീയ തലത്തിൽ BJPയുടെ ഒരു പ്രവർത്തന ശൈലി കേരളത്തിൽ കാണാനില്ല. അതിന് പല പ്രശ്നങ്ങളും ഉണ്ടാവാം. നേതാക്കന്മാർ തമ്മിലുള്ള അഭിപ്രായ ഭിന്നത എന്ന് പറയാൻ എനിക്ക് കാരണങ്ങളൊന്നുമില്ല. അങ്ങനെ അഭിപ്രായ ഭിന്നത കണ്ടിട്ടില്ല. പക്ഷേ ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വോട്ട് മേടിച്ച് ജയിക്കുക എന്നുള്ളിടത്ത് കാണിക്കേണ്ട ഒരു വാശിയും അതിൻ്റെ ഒരു സമർപ്പണ ബുദ്ധിയോട് കൂടിയിട്ടുള്ള പ്രവർത്തനമൊക്കെ ഉണ്ടല്ലോ, ഇത് പലപ്പോഴും കാണാനില്ല. അതിന് വിപരീതമായിട്ടുള്ള ചില പ്രവണതകൾ കാണാം. വിപരീതം വെച്ചാൽ BJPക്ക് വോട്ട് കിട്ടണമെന്ന നിർബന്ധം പലർക്കും ഇല്ല. കിട്ടേണ്ട വോട്ട് വേറെ ആൾക്ക് പോകണ്ട. നേതൃത്വത്തിന് ഉണ്ടെങ്കിൽ താഴ്ത്തും ഉണ്ടാക്കണമല്ലോ. അത് ആർക്കെങ്കിലും ഉണ്ടാവണം. ഒരു തലത്തിലുണ്ടായിട്ടാണ് മറ്റു തലങ്ങളിലേക്ക് വരണത്. അപ്പോൾ ഇവിടെ ആ നിലയ്ക്ക് ഒരു രാജനൈതിക അനുശാസനം, ഒരു പൊളിറ്റിക്കൽ ഡിസിപ്ലിൻ, അതിനോടൊരു തികഞ്ഞ പ്രതിജ്ഞാബദ്ധത, ഇതൊക്കെ ഇനി ഉണ്ടാവേണ്ടതായിട്ട് എനിക്ക് തോന്നുന്നു. അതിൻ്റെ കുറവുണ്ടെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. കേരളത്തിൽ BJPക്ക് ഒരു പുതിയ നേതൃത്വമാണ്. ഇപ്പം കുമ്മനം രാജശേഖരനെ പോലെ വളരെ ദീർഘകാലമായി പ്രവർത്തന പാരമ്പര്യമുള്ള ഒരു പുതിയ നേതൃത്വമാണ് ഉണ്ടായിരിക്കുന്നത്. അദ്ദേഹത്തിന് ഈ പാർട്ടിയെ മുന്നോട്ട് കഴിച്ച് ഒരു അധികാരത്തിലേക്കൊക്കെ എത്തിക്കാൻ പറ്റുന്നതിൽ പ്രാപ്തമാക്കാൻ കഴിയുമോ? അദ്ദേഹത്തിന് വേറെന്ത് ഗുണം? പാർട്ടി പ്രവർത്തനത്തിൻ്റെ പാരമ്പര്യമില്ല. ഒരു തെരഞ്ഞെടുപ്പിലൊക്കെ മത്സരിച്ചു, അത് അന്ന് പിടിച്ച് നിർത്തി മത്സരിച്ചതാണ് പണ്ട് ഹിന്ദു മുന്നണി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ രാഷ്ട്രീയ നേതൃത്വത്തിന് ഈ പാർട്ടി പ്രവർത്തനത്തിൻ്റെ തന്നെ ഒരു പാരമ്പര്യം ഉണ്ടായി, അതിൽ കൂടി ജനസമ്മതി ഉണ്ടായി. അങ്ങനെ വരുമ്പോഴല്ലേ ഒരു പൊളിറ്റിക്കൽ എഫിഷ്യൻസി വരുള്ളൂ. പാർട്ടിക്ക് ആവശ്യമുള്ള നൈപുണ്യം, അതിൻ്റെ കുറവ് ഒരു പക്ഷേ ഉണ്ടായേക്കാം. അത് പ്രത്യേകിച്ച് ഇപ്പോൾ പ്രശ്നങ്ങളൊക്കെ വിശകലനം ചെയ്യുന്ന സന്ദർഭത്തിലും അഭിപ്രായം പറയുമ്പോഴൊക്കെ അങ്ങനെ ഒരു ഇത് വന്നു കഴിഞ്ഞാൽ, അനുഭവക്കുറവിൻ്റെ ഒരു ലക്ഷണം കണ്ടാൽ അത് നേതൃത്വത്തിന് സാരമായിട്ട് ബാധിക്കും, ജനസമ്മതിയെ ബാധിക്കും. സമീപകാലത്ത് ചില നേതാക്കന്മാരുടെ ചില പ്രസ്താവനകൾ എടുത്തു നോക്കി. ഉദാഹരണത്തിന് ഇപ്പോൾ AN രാധാകൃഷ്ണൻ, MT വാസുദേവൻ നായരെ പോലെ വലിയൊരു എഴുത്തുകാരനെക്കുറിച്ച് നടത്തിയൊരു പ്രസ്താവന, അതുപോലെ തന്നെ കമൽ എന്ന സംവിധായകനെക്കുറിച്ച് നടത്തിയ പരാമർശങ്ങൾ, ഇത്തരം പരാമർശങ്ങളോട് എങ്ങനെയാണ് സമീപിക്കുന്നത്? MT വാസുദേവൻ നായർ മലയാള സാഹിത്യകാരനാണെങ്കിൽ, മലയാള ഭാഷയും സാഹിത്യത്തെയും സ്നേഹിക്കുന്ന ആളോ സേവിക്കുന്ന ആളോ ആണെങ്കിൽ അദ്ദേഹത്തിന് എഴുത്തച്ഛനോട് തികഞ്ഞ കൂറുണ്ടാവേണ്ടതായിരുന്നു. മലയാള ഭാഷയുടെ പിതാവ് എന്ന് എല്ലാവരും കൊണ്ടാടുന്ന ആളാണ് എഴുത്തച്ഛൻ. അപ്പോൾ അങ്ങനെയുള്ള എഴുത്തച്ഛനെ തൃണവൽഗണിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്രതിമ സ്ഥാപിക്കാൻ പറ്റില്ല എന്നുള്ള നിലപാടെടുത്ത്, അങ്ങനത്തെ ഒരാളെ പറ്റി നമുക്ക് ഒരു മലയാള സാഹിത്യകാരൻ ആവശ്യമുള്ള പ്രാഥമികമായ സംസ്കാരമില്ലാത്ത ആൾ എന്നാണ് പറയുന്നത്. നിർമ്മാല്യ സിനിമയൊന്നുമല്ല വിഷയം, അതൊക്കെ നിസ്സാര വിഷയങ്ങളാണ്. അതൊക്കെ ചിലർ മതവികാരം കൊണ്ടാണ് അതിന് പ്രതികരിക്കാൻ തോന്നുന്നത്.
ഇപ്പോൾ നിർമ്മാല്യ സിനിമ, ഞാൻ സിനിമയെ കാണാറില്ല, പക്ഷെ അത് പറഞ്ഞു കേട്ടിട്ട് എനിക്കൊരു വികാരം. കാരണം എനിക്ക് മതവിശ്വാസമില്ല, ഈശ്വരവിശ്വാസമില്ല. ഞാൻ നിരീശ്വരവാദിയും മതനിഷേധിയായതുകൊണ്ട് ഒരു വികാരം ഉണ്ടായില്ല. പക്ഷേ എഴുത്തച്ഛനെ പറ്റിയുണ്ട്. കാരണം എനിക്ക് എൻ്റെ ഭാഷയോടും സാഹിത്യത്തോടും പ്രത്യേകിച്ച് കാവ്യങ്ങളോട് കൂറുണ്ട്. അപ്പോൾ ഇത് നമുക്കൊരു വൈകാരിക പ്രശ്നമില്ല. എഴുത്തച്ഛനെ താഴ്ത്തിക്കെട്ടുക എന്ന് പറയുമ്പോൾ ഇതിൽ ഓരോ മലയാളിക്കും, പ്രത്യേകിച്ച് സാഹിത്യാഭിരുചിയുള്ള മലയാളിക്ക്, സഹൃദയന്മാർക്ക് ഇത് വളരെ ഹൃദയവേദന ഉണ്ടാക്കുന്ന കാര്യമാണ്. ആ നോട്ട് പിൻവലിച്ചതിനെ പറ്റി അഭിപ്രായം പറയാൻ MTക്ക് എന്താണ് കഴിവ്? അദ്ദേഹം എക്കണോമിസ്റ്റാണോ? അദ്ദേഹം ഭാരതത്തിൻ്റെ ആർത്ഥിക വ്യവസ്ഥിതികൾ എന്താണെന്ന് പഠിച്ചിട്ടുണ്ടോ? ഈ നോട്ട് പിൻവലിക്കുന്നതിൻ്റെ പ്രത്യാഘാതങ്ങൾ കണക്ക് കൂട്ടാൻ ആവശ്യമുള്ള അർത്ഥശാസ്ത്രജ്ഞാനം അദ്ദേഹത്തിനുണ്ടോ? ഇതൊന്നുമില്ലെങ്കിൽ പിന്നെ ഇതൊരു വെറും വികാര പ്രകടനമാണ്. അതാർക്ക് വേണ്ടി? MTക്ക് വ്യക്തിപരമായിട്ട് നഷ്ടം വന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കള്ളപ്പണം ഉണ്ടെങ്കിൽ നഷ്ടം വന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ അത് നഷ്ടം വരേണ്ട കാര്യമില്ല. MT അങ്ങനെ കള്ളപ്പണം കൊന്നുകൂട്ടുന്ന ആളാണെന്ന് എനിക്ക് തോന്നിയിട്ടുമില്ല. പക്ഷേ അദ്ദേഹം ഒരു സാഹിത്യകാരൻ എന്നുള്ള നിലയ്ക്ക് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ് ഈ തുഞ്ചൻപറമ്പിൽ ചെയ്തത്. അതുപോലെ തന്നെയാണ് ഇപ്പം കമലിനെ കുറിച്ചുള്ള അഭിപ്രായം മൊത്തമായിരുന്നു, രാജ്യം വിട്ടു പോകണം, താല്പര്യമില്ലെങ്കിൽ. ഒരു രാഷ്ട്രത്തിലെ പൗരന് രാഷ്ട്രത്തോട് കൂറുണ്ടായിരിക്കണം എന്നുള്ളത് ഒന്നാമത്തെ ആവശ്യമാണ്. ദേശീയ കർത്തവ്യം എല്ലാവർക്കും ഉണ്ട്. പാർട്ടി ഏതായാലും, ജാതി ഏതായാലും, മതം ഏതായാലും രാഷ്ട്രത്തോട് കൂറില്ലാണ്ടിരിക്കാൻ പറ്റില്ല. ഇപ്പോൾ പരസ്യമായിട്ട് ഈ രാഷ്ട്രത്തെയും ഈ രാഷ്ട്രത്തിൻ്റെ പാരമ്പര്യത്തെ മുഴുവൻ നിന്ദിക്കുക എന്നുള്ളത് ഇദ്ദേഹം ചെയ്യുന്ന രൂപത്തിൽ ചെയ്യാൻ പാടില്ല. വിമർശിക്കാം. വിമർശനം എപ്പോഴും ബുദ്ധി എന്നാണ് വരുന്നത്. അപ്പോൾ എന്തെങ്കിലും നമുക്കിപ്പോൾ ഭാരതത്തിൽ നിലനിൽക്കുന്ന ഒരു വിശ്വാസം അല്ലെങ്കിൽ ആചാരം, അതിൻ്റെ പിന്നിലുള്ള ചിന്ത, ഇത് മോശമാണെങ്കിൽ അതിനെ നമുക്ക് ശാസ്ത്രീയമായിട്ട് അപഗ്രഥിച്ച് ഇത് കൊള്ളരുതാത്തതാണ്, ഇത് ഭാരതത്തിൽ പാടില്ല എന്ന് പറയാം. ഞാൻ പറയുന്നത് വളരെ കടുത്ത ഭാഷയിൽ തന്നെ വിമർശിക്കുന്ന ആളതിനൊക്കെ. വിമർശനം ഒന്ന് വേറെയാണ്, ദൂഷണം വേറെയാണ്. ദൂഷണം വരുമ്പോഴാണ് പ്രശ്നം. അപ്പോൾ ഈ ഹനുമാനെയൊക്കെ ഇങ്ങനെ വൃത്തികേടായിട്ട് ചിത്രീകരിക്കുന്ന ഒരു സിനിമ ഇദ്ദേഹത്തിൻ്റെ താല്പര്യപ്രകാരം പ്രദർശിപ്പിച്ചു എന്ന് പറയുമ്പോൾ ഇതിലാളുകൾക്ക് പ്രയാസമുണ്ടാവും. ഇപ്പോൾ കമാലുദ്ദീൻ എന്നുള്ള അദ്ദേഹത്തിൻ്റെ ശരിയായ പേര് വിളിക്കുമ്പോൾ അദ്ദേഹത്തിന് സങ്കടമുണ്ടെങ്കിൽ ഒരു സമൂഹത്തിൻ്റെ മുഴുവനും വിശ്വാസങ്ങളെയും അവരുടെ വികാരങ്ങളെ അധിക്ഷേപിക്കുമ്പോൾ അവർക്കും ഈ വികാരങ്ങളില്ലേ? ഒരുപക്ഷെ ഞാൻ പറയുമ്പോൾ അത്ര ഇതില്ലാതെ എനിക്ക് മതമില്ലാത്തതുകൊണ്ടായിരിക്കാം. ഞാനൊരു മതത്തിന് വേണ്ടിയാണ് പറഞ്ഞതെങ്കിൽ എൻ്റെ കൂടെ ജീവിക്കുന്നവർ പോലും സഹിക്കില്ല അത്. ഇതൊരു ഞാൻ മതത്തിന് എതിരാണ്, ഞാൻ മനുഷ്യന് വേണ്ടിയിട്ടാണ്. അല്ല, അത്തരം വിമർശന രീതികൾ ശരിയാണോ എന്നുള്ളത്, ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ നേതൃത്വങ്ങൾ അത്തരത്തിലുള്ള ഒരു വിമർശനം, ഇപ്പോൾ രാജ്യം വിട്ടു പോയിക്കോളൂ എന്ന് പറയുന്ന രീതി ശരിയാണോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. വേറെ വല്ലയിടത്താൽ കൂറെങ്കിൽ എവിടെ പോകണമല്ലേ നല്ലത്? ഭാരതത്തോട് കൂറില്ലാത്ത ആളുകൾക്ക് വാസ്തവത്തിൽ ഭാരതത്തിൽ ജീവിക്കാൻ അവകാശമില്ല. വേറെ ഏതെങ്കിലും ഒരു രാജ്യത്ത്, ഭാരതത്തിലല്ലാണ്ട്, അതിനോടൊരു കൂറുമില്ലാണ്ട് അതിനെ അധിക്ഷേപിച്ച് നിന്ദിച്ചുകൊണ്ട് ജീവിക്കാൻ പറ്റുമോ? കേരളത്തിലെ ഏറ്റവും വലിയ മതമാഫിയ അമൃതാനന്ദമയോടാണ്. ഈ ബാബാ രാംദേവിൻ്റെ പോലും അതിലിപ്പോൾ ഈ പലവ്യഞ്ജനപ്പൊടിയും ഗോതമ്പൊടിയൊക്കെ ഉണ്ടാക്കി വിറ്റാലും ശരി, ഇയാൾക്ക് ഇതുപോലെ വലിയൊരു അധോലോകമുണ്ട്, വലിയൊരു ബിസിനസ് സാമ്രാജ്യമുണ്ട്. ശരിക്കും ഈ രാംദേവിനെയും മറ്റേ രവിശങ്കറിനെയൊന്നും അടുപ്പിക്കാൻ പാടില്ല. ഇവരടുത്ത് വന്നാൽ നാശം ഉണ്ടാകുന്നതിന് സംശയമൊന്നുമില്ല. ഇതൊക്കെ മാഫിയകളാണ്. ഈ മാഫിയയിൽ ഇതൊക്കെ പെടും, എല്ലാ മതം മാഫിയകളും പെടും. ഈ മതമാഫിയകളുടെ കയ്യിലുള്ള സ്വത്തിനെ സംബന്ധിച്ചും ഇതുപോലെ കണക്കെടുപ്പ് നടക്കണം. അതിൽ ഭൂമി കയ്യേറ്റവും നികുതി കൊടുക്കാതിരിക്കുക, അനധികൃതമായിട്ട് കെട്ടിടം പണിതവും എന്തെല്ലാം തരത്തിലുള്ള സമ്പത്തുണ്ടോ അത് മുഴുവനും. പല ക്ഷേത്രങ്ങളും പള്ളികളും ഒക്കെ ഇതുപോലത്തെ മാഫിയാണ്. ഇപ്പോൾ ശിവനാമക്ഷേത്രത്തിൽ അറകളിൽ ഇരിക്കുന്ന രത്നങ്ങളുണ്ടാവില്ല, അതൊരു വലിയ മാഫിയല്ല ശരിക്കും. അപ്പം ഇതിനൊരു മതത്തിൻ്റെ പരിവേഷം, പിന്നെ സേവനത്തിൻ്റെ പരിവേഷം, ഇങ്ങനെ പല തരത്തിലുള്ള കപട വേഷങ്ങളുണ്ട്. അപ്പം ഇത് തിരിച്ചറിയാത്ത പല ആളുകളുണ്ട്. ഇത് തിരിച്ചറിയാൻ ബുദ്ധി മാത്രം പോരാ. ഈ ബുദ്ധിയൊക്കെ പ്രവർത്തിക്കുന്നതിന് മുമ്പേ തന്നെ ഇത് നമ്മുടെ ഉള്ളിൽ ലയിപ്പിച്ചിരിക്കുന്നതാണ് ഈ വിശ്വാസങ്ങൾ. അപ്പം ബുദ്ധി എത്ര വളർന്നാലും ഇത് പോയില്ല. അത് പോകണമെങ്കിൽ അതിനെ ഇളക്കിക്കളയാനുള്ള മരുന്ന് വേറെ വേണം. അത് വളരെ കർക്കശമായിട്ടുള്ള യുക്തിവിചാരം ചെയ്തിട്ട് മനനം ചെയ്ത് കണ്ടുപിടിക്കേണ്ടതാണ് എന്താണ് ഇതിൻ്റെ ദോഷം. അപ്പോഴും കേരളത്തിൽ വളരെ കുറഞ്ഞ കാലം കൊണ്ട് ഉയർന്നു വന്ന ഒരു വലിയ ഭക്തി പ്രസ്ഥാനമാണ് യഥാർത്ഥത്തിൽ അമൃതാനന്ദമയിയുടെ പ്രസ്ഥാനം.
എന്തുകൊണ്ടാണ് അതിനെ ഒരു മാഫിയ എന്നല്ല ആ തരത്തിൽ മാഫിയ എന്ന് വിളിക്കുന്നത് അവിടെ നടക്കുന്ന നിയമവിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾ, ഈ സ്വത്ത് കുമിച്ച് കൂട്ടുള്ളത് കൊണ്ട് തന്നെ ഒരു സാമ്പത്തിക മാഫിയാണ്. പിന്നെ അവിടെ പലതരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ നടക്കണു, കൊലപാതകം നടക്കണു, ബലാത്സംഗം നടക്കണു, അതിനെപ്പറ്റിയൊക്കെ ഒരുപാട് ഒച്ചപ്പാടുകൾ ഉണ്ടാവണം. അവസാനം കേസ് നോക്കും. അതിപ്പോൾ ഗോവിന്ദചാമിയുടെ കേസും ഫലത്തിൽ മുങ്ങിയല്ലോ. അപ്പോൾ ഏതെങ്കിലും ഒരു തലത്തിൽ ഇതൊക്കെ അട്ടിമറിച്ച് കൊണ്ടുപോകാനുള്ള ചില ശക്തികളുണ്ട്. അല്ല, ഇതിലിപ്പോൾ കേരളത്തിൽ അമൃതാനന്ദമയ്യെ BJP അല്ലെങ്കിൽ അവർ പിന്തുണയ്ക്കുന്നതിന് വേറൊരു പൊളിറ്റിക്കൽ ഉദ്ദേശം കൂടെ ഉണ്ടാവും. ഈ പറയുന്ന പോലെ അതിൻ്റെ ഒരു വോട്ട് ബേസിനെ വിപുലമാക്കുക എന്നുള്ള ഉദ്ദേശം. അങ്ങനെയൊന്നും വോട്ട് കിട്ടില്ല. ഈ വോട്ട് കിട്ടുമെന്നും വോട്ട് പോകുമെന്നുള്ളത് അടിസ്ഥാനമില്ലാത്ത ചിന്തയാണ്. അതുകൊണ്ട് വോട്ട് കിട്ടാനും മുകളിൽ കുറയാനും മുകളിൽ. കാരണം പല പാർട്ടിക്കാരും ഇതുപോലെ പോയിട്ട് നിൽക്കുന്നുണ്ട്. ഇതിൽ ഏത് പാർട്ടിക്ക് വോട്ട് കിട്ടാൻ പോണേ? ഒരു പാർട്ടി മാത്രമേ പോകണുള്ളൂ എങ്കിലും ഈ വന്നുകൂടുന്ന ആളുകൾക്ക് ഈ പാർട്ടി അംഗീകരിക്കണ്ടേ, അല്ലാണ്ട് വോട്ട് ചെയ്യുമോ? ഈ ശബരിമലയിലെ സ്ത്രീകളുടെ പ്രവേശനത്തെക്കുറിച്ച് എന്താ പറയാനുള്ളത്? സ്ത്രീകൾ പ്രവേശിക്കണം എന്താ ആവശ്യമുള്ളത്? ശബരിമലയിലുള്ളൊരു വലിയ മനഃശാസ്ത്ര രഹസ്യം, ആളെ കൂട്ടാനും ഇല്ലാത്ത മഹിമ ഉണ്ടാക്കാനാണ് ഈ വർഷത്തിലൊരിക്കൽ മാത്രം പോകാൻ വെച്ചേക്കുന്നത്. ഒരു പ്രത്യേക സീസൺ. എല്ലാ ദിവസവും പോകാമെന്ന് പറഞ്ഞാൽ 300 ദിവസം കൊണ്ട് ഇതിൻ്റെ പകുതി ആൾ പോലും വരില്ല. വില പോയതിൻ്റെ ഇത് വില ഇല്ലാത്ത വില ഉണ്ടാക്കാനാണ്. അതുകൊണ്ട് ഈ ഭാഗം പറഞ്ഞ് അവർ കേൾക്കില്ല. ഈ ശബരിമലയിൽ തിക്കും തിരക്കും ഉണ്ടാവും, മറ്റതുണ്ടാവും, എക്കോളജിക്കൽ പ്രോബ്ലം, സൂതമാരൊക്കെ പറഞ്ഞ മാതിരി എക്കോളജിക്കൽ പ്രശ്നം അവിടുത്തെ ഭൂമിക്ക് താങ്ങാൻ പറ്റില്ല. ഇതിനെ ഇതാ കൊല്ലത്തിലൊരിക്കലെന്ന് വെച്ചാണേ. പഴയ ശബരിമല ഒന്നും അല്ലല്ലോ ഇപ്പോൾ. പണ്ട് മുഴുവൻ കാടായിരുന്നു, ഇപ്പോൾ കാടൊന്നുമില്ല. ഇപ്പം ഗുരുവായൂർ പോണമായിട്ടുള്ള എല്ലാ ദിവസവും വരാം, ആണും പെണ്ണും വന്നോട്ടെ എന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല അവിടെ. അതെന്തുകൊണ്ട് ചിന്തിക്കില്ല? അപ്പോൾ ആളും കുറയും, പണം വരവും കുറയും. അപ്പോൾ ഇതൊക്കെ ഇതിൽ ചില മനഃശാസ്ത്രങ്ങൾ അന്ന് തന്നെ ചിന്തിച്ചിട്ടുണ്ട് ആളുകൾ. പിന്നെ പ്രിയം കയറ്റുക. അതിപ്പോൾ ഏത് ഗുരുവായൂർ കൊല്ലത്തിലൊരിക്കലേ പോകാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ അവിടെ ഇതേ പ്രശ്നം ഉണ്ടാവും, ഇതേമാതിരി ആൾ കൂടും. പക്ഷെ അതൊന്നും അവിടെ ആളുകൾക്ക് ഈ ബുദ്ധിയൊന്നും പോയില്ല. പിന്നെ അത് പട്ടണത്തിന് നടുക്കായതുകൊണ്ടൊന്നും ചെയ്യാനും പറ്റില്ല എന്ന് വിചാരിക്കരുത്. ഇത് ഈ സീസൺ വെച്ചിരിക്കുന്നത് പ്രിയം കയറ്റാൻ വേണ്ടിയിട്ടാണ്. ഇതെന്നും ആവാന്ന് വെച്ചാൽ എന്താ തിരക്കട? ഏറ്റവും നല്ല പരിഹാരം അതല്ല, അഹിംസാത്മകമായിട്ടുള്ള പരിഹാരമാണ്. ആരുടെയും ഇച്ഛാഭംഗത്തിനും ഇട കൊടുക്കണ്ട, ആരുടെ ഒരു അവകാശ പ്രശ്നവും വേണ്ട. എല്ലാ ദിവസവും ദർശനം നടത്താം. അവിടെ ഇന്നും തുറന്നു വെച്ച് പൂജ ഉണ്ടാവുമെന്ന് പറഞ്ഞാൽ അതോടുകൂടി എല്ലാ പ്രശ്നവും തീർന്നു. ഇനിയൊരു പ്രശ്നം അവിടെ ഉണ്ടാക്കാൻ പറ്റില്ല ആർക്കും. ഇങ്ങനെ ആത്യന്തികമായിട്ടുള്ള പരിഹാരമാണെന്ന് ആർക്കുമില്ല. കാരണം ഇതിലൊക്കെ ഈ മുതലെടുപ്പുകാരുടെ ആവശ്യം പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാവരുതെന്നുള്ളതാണ്. അതിപ്പോൾ ഈ ശബരിമലയിൽ അങ്ങനെ വന്നു കഴിഞ്ഞു. ശബരിമലയിൽ ഇപ്പോൾ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഒക്കെയാണ് മുന്നണിയിൽ നിൽക്കണം ഈ പോരാട്ടത്തിന്. ഈ സോഷ്യൽ മീഡിയയിലൊക്കെ നിറഞ്ഞു നിൽക്കുന്നത് ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളാണ്. അവർക്കാണ് നിർബന്ധം പെണ്ണുങ്ങളെ കയറ്റാൻ ഉള്ളത്. അവർക്കെന്തായാലും പിന്നെ ഞങ്ങളതിൽ വിശ്വസിക്കാത്തയിടത്ത് ആര് ചെന്ന് കയറാൻ നിങ്ങൾക്ക് എന്താ? അപ്പോൾ ഇങ്ങനെയാണ് ഇതിനൊക്കെ സംഭവിക്കുന്നത്. വേണ്ടാത്ത പ്രശ്നത്തിൽ ഇടപെട്ട് കഴിഞ്ഞാൽ ഇതെല്ലാം സമൂഹ വിരുദ്ധന്മാർ നിയന്ത്രണത്തിലേക്ക് പോകും. പിടിച്ചാൽ കിട്ടില്ല അവനെ.